ഹലോ മക്കളെ, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ICRയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ചെയ്തിട്ട് റിലീസ് ആയിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത് പറയേണ്ടതുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ്, കൃത്യം 5 മണിക്കാണ് ഞാൻ എന്ത് ചെയ്യാം ലൈവായിട്ട് വരും. സോ നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാകണം. ഞാൻ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം ലൈവ് സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓൾസോ ഗ്രൂപ്പിലായാലും ഞാൻ അറിയിക്കാം. പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവിൽ ഉണ്ടാവണം. എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ഡൗട്ട്സും ഞാൻ എന്ത് ചെയ്യാം അത് ക്ലിയർ ചെയ്യും. കറക്റ്റ് സമയത്തിന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ എളുപ്പവും നിങ്ങളിലോട്ട് കാര്യങ്ങൾ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി കഴിയും. അതല്ലെങ്കിൽ നിങ്ങൾ പകുതിയിൽ വെച്ചാണ് വരുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ ഫസ്റ്റത്തെ കാര്യം ചോദിക്കും, ഞാൻ വീണ്ടും ഫസ്റ്റത്തെ ഉത്തരം പറയണം. പിന്നെ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സമയം താമസിക്കും. സോ എന്ത് ചെയ്യുക, കറക്റ്റ് ടൈമിൽ നിങ്ങളെല്ലാം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ പറഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്ന കുട്ടികളും വരാത്ത കുട്ടികളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ഫീ പേയ്മെന്റ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, അപ്ഗ്രേഡ് എങ്ങനെ ചെയ്യണം, ഡോക്യുമെന്റ്സ് എങ്ങനെ വെരിഫൈ ചെയ്യണം, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ സൈറ്റ് പെട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഹാങ് ആയത് കാരണം നമുക്ക് ആരുടെയും ലോഗിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ കഴിയുമായിരിക്കും. കഴിയാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് ലോഗിൻ ആയിക്കോളും. ഇപ്പം നിലവിൽ ലോഗിൻ ആവുന്നില്ല. എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതേപോലത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എവിടെയോ ഒരു കോളേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സീറ്റ് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉറപ്പ് വരുത്താം. ഓക്കെ, ഈ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, നിങ്ങളുടെ വിൻഡോയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിലവിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത അലോട്ട്മെന്റ് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, നിങ്ങളുടെ റാങ്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ കിട്ടും. അതല്ല എങ്കിൽ അതിന്റെ തൊട്ടടുത്ത അലോട്ട്മെന്റിലൂടെ അല്ലെങ്കിൽ ഫോർത്ത് അലോട്ട്മെന്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, അലോട്ട്മെന്റ് ലെറ്റർ എടുത്ത് നോക്കുക. അലോട്ട്മെന്റ് ലെറ്ററിലോട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അലോട്ട്മെന്റ് കാണാൻ കഴിയും. ഓക്കെ, അതിൽ ഏത് കോളേജാണ്, ഏത് യൂണിവേഴ്സിറ്റി ആണ്, സോറി നോട്ട് കോളേജ്, ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് കാണാൻ കഴിയും. കോളേജ് ഇപ്പോഴല്ല അറിയുന്നത്. അത് എന്ത് ചെയ്യും, നിങ്ങൾ ഫ്രീസ് ചെയ്തതിനു ശേഷം അവിടുത്തെ അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റാങ്കിങ് അനുസരിച്ചിട്ടായിരിക്കും അവർ വിടുക. ഇപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. ഓൾസോ ഏത് കോഴ്സാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ വേണ്ടി കഴിയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യണം. അതാണ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പോകേണ്ട രജിസ്റ്റർ ഫോർ സീറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ രജിസ്റ്റർ ഫോർ സീറ്റ് അലോക്കേഷൻ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എഡിറ്റും വ്യൂ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് കാണാം. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എഡിറ്റ് കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളതും ഡോക്യുമെന്റ്സ് അപ്ലോഡഡ് എന്ന് പറഞ്ഞ് കാണും. തൊട്ട് താഴെ ഡോക്യുമെന്റ്സ് വെരിഫൈഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ എടുക്കുക. അതിൽ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തത് അതേ പാറ്റേൺ എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണാൻ കഴിയും. അപ്പോൾ അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ സോറി, പുതിയതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡോക്യുമെന്റ്സ് ഒന്നും അവിടെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ ചെയ്ത കുട്ടികളാണ്, എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ കുറേ കുട്ടികൾക്ക് അന്ന് ഡൊമിസൈൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ കുറേ കുട്ടികൾ സ്റ്റേറ്റിന്റെ ഡൊമിസൈൽ വെച്ചു എന്ന് പറഞ്ഞു. കുറേ കുട്ടികൾ TC വെച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അണ്ടർടേക്കിംഗ് ഫോം വെച്ചാൽ മതി എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്ന് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ റെഡിയാക്കി വെക്കുക, വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റി കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പം മാറ്റി കൊടുക്കുക. പിന്നീട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, കിട്ടിയെന്ന് വരത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ ഫ്രീസ് ചെയ്താൽ പിന്നെ ഈ ഒരു ഓപ്ഷൻ തരും. അവർ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവർ നോക്കിയിട്ട് തരും. എന്നിരുന്നാൽ പോലും മാക്സിമം നല്ല ഒറിജിനൽ ഡോക്യുമെന്റ് എന്ത് ചെയ്യുക, സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കറക്റ്റായിട്ടുള്ള ഡോക്യുമെന്റ് സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ദയവ് ചെയ്ത് ആരും ഡൊമിസൈലിന് വരെ SSLC വെച്ചാൽ മതിയോ, മൈഗ്രേഷൻ വെച്ചാൽ മതിയോ, TCക്ക് വരെ മൈഗ്രേഷൻ, ഇതൊന്നും ആരും ചോദിച്ചു വരരുത്. നിങ്ങൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്, അതിൽ കൊടുത്തിട്ടുള്ളത്. ആ ഡോക്യുമെന്റ്സ് മാത്രം വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അഡ്മിഷൻ വെറുതെ കളയാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ, അതായത് ഫീ പേയ്മെന്റ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അടുത്ത് അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ കിട്ടിയ ഇതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഒരു സീറ്റിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സീറ്റ് നിങ്ങൾക്ക് എടുക്കാനോ കഴിയത്തുള്ളൂ. ഓക്കെ, ആ ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയാലോ. നിങ്ങൾക്ക് സീറ്റ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലും അതേപോലെ ആ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഫീ പേയ്മെന്റ് നടത്തിയിരിക്കണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഫീ പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ ഇതേപോലത്തെ 3 വിൻഡോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓപ്പൺ ആയി വരും. ഒന്നാമത്തെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അഥവാ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയ സീറ്റ് എന്ത് ചെയ്യാം, ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്യുവാണെങ്കിൽ
ഓർക്കുക ഫ്രീസ്, നിങ്ങൾ ആ ഫ്രീസ് എന്ന് പറഞ്ഞ ബട്ടൺ അറിയാതെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെന്റിലൊന്നും പങ്കെടുക്കാൻ വേണ്ടി കഴിയത്തില്ല. ആ കിട്ടിയ അലോട്ട്മെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈഡ് ആവണം. ആ അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോയി ജോയിൻ ചെയ്യണം. അതാണ് നിങ്ങൾക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയാം. അത് അക്സെപ്റ്റ് അഥവാ ഫ്രീസ് ചെയ്യും. ഇനി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലോ, നിങ്ങൾ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രം കൊടുത്താൽ മതി. അടുത്ത അലോട്ട്മെന്റ് ആകുമ്പോൾ അതിന്റെ മുകളിലോട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ അവർ പരിഗണിക്കത്തുള്ളൂ. താഴോട്ടുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യത്തില്ല, അവർ പരിഗണിക്കത്തില്ല. അതേപോലെ മുകളിലോട്ടുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ ആ റാങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ കിട്ടത്തില്ല. അതേപോലെ ഇന്നൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് ചോദിച്ചൊരു കാര്യമാണ്. കുട്ടി ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ അഗ്രികൾച്ചർ വെച്ചു, എന്നിട്ട് കേരളത്തിൽ ഫോറസ്റ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തമിഴ്നാട് US എന്തോ അടുത്ത അഗ്രികൾച്ചർ എന്തോ വെച്ചു. തമിഴ്നാടാണെന്ന് തോന്നുന്നു, തമിഴ്നാട്ടിൽ വെച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ തമിഴ്നാട് എന്തോ അവിടെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, 3rd ഓപ്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി വിളിച്ചിട്ട് കേരളത്തിൽ എനിക്ക് മതി, എനിക്ക് തമിഴ്നാട് വേണ്ട, എനിക്ക് ഫസ്റ്റ് ഫോറസ്റ്റ് ഞാൻ വച്ചില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ കിട്ടിയത്, എനിക്ക് ഫോറസ്ട്രിക്കല്ലേ റാങ്ക് കുറവ് വേണ്ടത്, അഗ്രികൾച്ചറിനല്ലേ കൂടുതൽ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ നേരം ഞാൻ പറഞ്ഞു കൊടുക്കാൻ മാക്സിമം ശ്രമിച്ചു. എങ്കിലും ആ കുട്ടി എന്ത് ചെയ്തില്ല, മനസ്സിലാക്കാനുള്ള ഒരു ഇത് കാണിച്ചില്ല. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഇവിടെയും കൂടെ പറഞ്ഞുതരാം. അങ്ങനത്തെ കുട്ടികൾ ഇവിടെയും കാണും, എനിക്കറിയാം. സോ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫോറസ്ട്രി കേരളത്തിൽ നോക്കുമ്പോൾ അവിടെ ആകെ ഒരൊറ്റ കോളേജ് മാത്രമേ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഒറ്റ കോളേജ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സീറ്റിന്റെ എണ്ണവും കുറവായിരിക്കും. അപ്പോൾ അവിടെ എടുക്കുന്ന കുട്ടികളുടെ എണ്ണവും കുറവായിരിക്കും. അതിന് താഴെ അഗ്രികൾച്ചർ കൊടുത്ത തമിഴ്നാട്ടിൽ നോക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്. മെയിൻ ക്യാമ്പസിന്റെ അടുത്തുള്ള ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്. അവിടെ എല്ലാത്തിലും സീറ്റ്സ് ഉണ്ട്, അവിടെ എല്ലാത്തിലും അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. സോ അവിടെ കിട്ടാനുള്ള ചാൻസ് ആയിരിക്കില്ലേ കൂടുതൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെയല്ലേ എന്ന്. സോ അങ്ങനെ അത് കൊടുത്തതിന് ശേഷം ഫീ പേയ്മെന്റ് നടത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾ ഫ്രീസ് ചെയ്യണമെങ്കിൽ അവിടെ ഫ്രീസ് എന്ന് കൊടുക്കുമ്പോൾ അവിടെ ഒരു OTP വരും. ശ്രദ്ധിക്കുക, അറിയാതെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, OTP ഇവിടെ അടിക്കാതിരുന്നാൽ മതി. ഇനി അറിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ OTP വരും. OTP ഇവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ജോയിൻ ചെയ്യാൻ വേണ്ടി അവിടെ കഴിയത്തുള്ളൂ. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ചില സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോക്യുമെന്റ്സ്, അതേപോലെ തന്നെ ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഡ്മിഷൻ വെറിഫിക്കേഷൻ സ്റ്റാറ്റസ് വെരിഫൈഡ് എന്ന് വരും. ആ കാര്യം ഉറപ്പുവരുത്തുക. ഇനി വെരിഫൈഡ് അല്ല, വേറെ എന്തെങ്കിലും ഓപ്ഷൻസ്, വേറെ എന്തെങ്കിലും നോട്ടീസസ് ആണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തോ മിസ്റ്റേക്സ് ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, തിരുത്തേണ്ടതുണ്ട് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുക, ഈ വെരിഫൈഡിന് സെയിം മീനിങ് ആയിട്ടുള്ള വരികളും ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് കൊടുക്കാറുണ്ട്. ഓക്കെ, ഡോക്യുമെന്റ്സ് ഫൗണ്ട് ടു ബി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അതിനർത്ഥം വെരിഫൈഡ് എന്ന് തന്നെയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആരും മെസ്സേജ് സമയം കളയേണ്ട ആവശ്യമില്ല. വെരിഫൈഡ് എന്ന ഡോക്യുമെന്റ്സ് ആർ ഓക്കെ എന്ന് കാണിച്ചാലും സെയിം തന്നെയാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, നിങ്ങൾ റീസബ്മിറ്റ് ചെയ്യണമെന്ന് കാണിച്ചാൽ മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അവിടെ റീസബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇതിനെ തുടർന്ന് ബാക്കിയുള്ള കുട്ടികൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യാൻ, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ അറിയിക്കാം. ഓക്കെ, നമുക്ക് ലൈവിൽ എന്ന് വരാം. നമുക്ക് ഈവനിങ് 5 മണിക്ക് തന്നെ കൃത്യം ലൈവിൽ വരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. സോ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ സോൾവ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.